ഹായ് ഫ്രണ്ട്സ്, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നോട്ടിലാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. 25,000 എന്ന ഒരു ക്രൂഷ്യലായിട്ടുള്ള സൈക്കോളജിക്കൽ ലെവൽ, അതിന് താഴെ ഒരു നെഗറ്റീവ് ക്ലോസ് ആണ് നമുക്കിന്ന് ഏറ്റവും അവസാനം കാണാൻ കഴിയുന്നത്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തതെങ്കിലും അത് 1% താഴെയുള്ള നേരിയൊരു അപ്സൈഡാണ് ഇന്നുണ്ടായിട്ടുള്ളത്. എന്നാൽ ഇന്ന് നല്ലൊരു മൂവ് നടന്നിട്ടുള്ളത് മൈക്രോ ക്യാപ്പ് 250 ഇൻഡെക്സിലാണ്. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ധാരാളമായിട്ട് ബുള്ളിഷാണ് എന്നതിൻ്റെ ഒരു വ്യക്തമായ ഒരു ഉദാഹരണമാണിത്. അപ്പോൾ മാർക്കറ്റ് നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 60% സ്റ്റോക്സും അഡ്വാൻസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ സെക്ടറുകളിൽ നിഫ്റ്റി റിയാലിറ്റിയാണ് 2.26% അപ്സൈഡ് പോയത്. അതുപോലെ നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സും 1.41% അപ്സൈഡ് പോയതായിട്ട് കാണാം. ഈ രണ്ട് സെക്ടറുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യമായ മൂവ് പല സെക്ടറുകളിലും ഇന്ന് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നൊരു മേജർ ഡ്രോപ്പ് ഉണ്ടായിട്ടുള്ളത് ഡിഫൻസ് സെഗ്മെന്റിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല റാലി നടന്നുകൊണ്ടേയിരിക്കുന്ന ഡിഫൻസിൽ തീർച്ചയായിട്ടും അവിടെ വാല്യുവേഷൻ ഹൈ ആയിട്ടുണ്ട്. കൂടാതെ പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ സാധ്യതയും ഏത് സമയം ഉണ്ടാകുമെന്നുള്ള ഒരു ധാരണ ശരിവെക്കുന്ന രീതിയിലാണ് അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ ഇന്ന് കണ്ടത്. 1.23% ഇന്ന് ഡിഫൻസ് ഇൻഡെക്സ് ഡൗൺ ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് നിഫ്റ്റി 50 സ്റ്റോക്കുകളെ കാര്യമായിട്ട് പിറകിലോട്ട് വലിച്ചത് നിഫ്റ്റി IT സ്റ്റോക്കുകളാണെന്ന് കാണാൻ കഴിയും. ഇപ്പോൾ നിഫ്റ്റി IT ഇന്ന് 1.29% ഡൗൺ ആയിരുന്നു. ഇപ്പോൾ IT സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഡിക്ലൈനിലുള്ള പ്രധാനപ്പെട്ട കാരണം US ഗവൺമെൻറ്റിൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ് മൂഡീസ് അത് കുറച്ചത്, ഡൗൺഗ്രേഡ് ചെയ്തത് US മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ട്രെൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഈ മൂഡീസ് എന്ന് ചോദിച്ചാൽ, മൂഡി ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. 1909 ജോൺ മൂഡിയാണ് ഇതിൻ്റെ ഫൗണ്ടറായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഇത് ഇപ്പോൾ ഗവൺമെൻറ്റുകൾ മാത്രമല്ല, കോർപ്പറേറ്റുകളുടെയും മറ്റ് ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റുകളുടെയും ഒക്കെ ക്രെഡിറ്റ് റേറ്റിംഗ് നൽകുന്ന വേൾഡിലെ തന്നെ ഒരു ലീഡിംഗ് ഏജൻറ്റാണ് മൂഡീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഏജൻസിയാണ് ഇപ്പോൾ US ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ US ബോണ്ടിനെ അവർ AAA എന്ന ലെവലിൽ നിന്നും AA1 എന്ന റേറ്റിംഗിലേക്ക് താഴ്ത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ US എക്കണോമി സ്റ്റാബിൾ എന്ന ആ ഒരു സ്റ്റാറ്റസിൽ നിന്നും നെഗറ്റീവ് എന്ന സ്റ്റാറ്റസിലേക്കും അവർ മാറ്റിയതായിട്ട് കാണാം. അപ്പോൾ മൂഡീസ് ഇങ്ങനെ ഇത് ചെയ്യുന്നത് ഈ നൂറ്റാണ്ടിൽ ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നെഗറ്റീവായിട്ട് നമ്മൾ ഈ ഒരു റേറ്റിംഗിൽ കാണുന്ന കാര്യം. കാരണം 1919 മുതൽ ഈ AAA റേറ്റിംഗ് നൽകിക്കൊണ്ടിരുന്ന ഈ ഒരു US ബോണ്ട് മാർക്കറ്റിനെയാണ് ഇപ്പോൾ AA1 എന്ന ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡൗൺ ഗ്രേഡിങ്ങിന് പ്രധാനമായിട്ടും അവർ നിരത്തുന്ന കാരണങ്ങളിൽ ഒന്ന് അമേരിക്കയുടെ നാഷണൽ ഡെറ്റ്, അഥവാ മൊത്തത്തിലുള്ള ഒരു കടം, അതിൻ്റെ GDP റേഷ്യോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടി വരികയാണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഡൗൺ ഗ്രേഡിങ്ങിലുള്ള ഒന്നാമത്തെ കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് GDPയേക്കാൾ കൂടുതൽ കടം വരുമ്പോൾ ആ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കംപ്ലീറ്റ് റവന്യൂ അത് ഈ ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ മാത്രം ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ രാജ്യത്തിൻ്റെ വികസനം അവിടെ വഴിമുട്ടും. അപ്പോൾ നിലവിലെ US മാർക്കറ്റ് നേരിടുന്ന ഇൻഫ്ലേഷൻ ഭീഷണിയും അതേപോലെ അതിൻ്റെ സ്ലോ ഗ്രോത്തും അത് ഇത്തരത്തിലുള്ള ഒരു കടത്തിൻ്റെ ഈ ഒരു റിസ്ക് ഫാക്ടറിനെ കൂടുതൽ അപകടകരമായ നിലയിലേക്ക് കൊണ്ടുപോയേക്കാം. അപ്പോൾ അത്തരം അവസ്ഥകളിൽ ഒരു ഡിഫോൾട്ടിൻ്റെ സാധ്യതകളുണ്ട് എന്ന ഒരു കണ്ടെത്തലാണ്, അല്ലെങ്കിൽ കടം തിരിച്ചടക്കാനാവാത്ത ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക പോകും എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഇത്തരത്തിൽ ആ AAAയിൽ നിന്ന് അതിനെ ഡൗൺഗ്രേഡ് ചെയ്യാനുള്ള കാരണമായിട്ട് മൂഡീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് റിപ്പോർട്ട് വരുമ്പോൾ US മാർക്കറ്റ് തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് റെസ്പോൺസ് കാണിക്കും. അതാണ് US ഫ്യൂച്ചേഴ്സിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ 3:30 ക്ലോസ് ചെയ്യുമ്പോൾ US ഫ്യൂച്ചേഴ്സ് നമ്മൾ കാണുന്നത് അതെല്ലാം നെഗറ്റീവിൽ ട്രേഡ് ചെയ്യുന്നതായിട്ടാണ്. കൂടാതെ ഡോളർ ഇൻഡെക്സും വീക്കായതായിട്ട് കാണാം. അത് 1% ഡൗൺ ആയിട്ടുണ്ട്. പ്രീവിയസ് ക്ലോസിംഗ് ആയിട്ടുള്ള 101 നിന്നും അത് 100 താഴ്ന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ സേഫ് ഹെവൺ എന്നുള്ള നിലയ്ക്ക് ഗോൾഡ് പ്രൈസ് ചെറിയ തോതിൽ ഷൂട്ടപ്പ് ചെയ്തതായിട്ടും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആശ്വാസകരമായ ഒരു കാര്യം നമുക്ക് ഫ്യൂച്ചേഴ്സിൽ കാണുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി, ഈ അമേരിക്കൻ മാർക്കറ്റ് എത്ര ഡൗൺ ആയിട്ടില്ല അത്രത്തോളം ഗിഫ്റ്റ് നിഫ്റ്റി ഡൗൺ ആയിട്ടില്ല. നമുക്ക് ഇന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും നിഫ്റ്റി വലിയ തോതിൽ താഴോട്ടേക്ക് പോയിട്ടില്ല എന്ന് കാണാൻ കഴിയും. പക്ഷേ അവിടെ IT സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു നെഗറ്റിവിറ്റി പ്രകടമാവും. അതാണ് നമുക്ക് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ IT സ്റ്റോക്കുകൾ ഡൗൺ ആകാനുള്ള കാരണമായിട്ട് കാണുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള മൂഡീസിൻ്റെ ഈ ഡൗൺ ഗ്രേഡിങ്ങിനെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് അമേരിക്കയിൽ നിന്നുള്ള അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. US ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസന്റ് ഇതിനെ തള്ളിക്കളിയാണ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ പല അനലിസ്റ്റുകളും ഇത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു നീജർക്ക് റിയാക്ഷൻ മാത്രമേ മാർക്കറ്റിൽ ഉണ്ടാക്കുകയുള്ളൂ, ലോങ് ടേമിലേക്ക് ഇത് ഒരു വലിയൊരു ഫാക്ടർ ആവുകയില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു വിഷയത്തെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു തിരിച്ചടി മാത്രമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.
നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ന് നിഫ്റ്റി 500 സ്റ്റോക്കുകളിൽ 15%-ലധികം റാലി നടന്ന 2 സ്റ്റോക്കുകൾ കാണാം. അതിലൊന്ന് ഗ്രാഫൈറ്റ് ഇന്ത്യയും മറ്റൊന്ന് HEG ലിമിറ്റഡുമാണ്. അപ്പോൾ ഈ 2 കമ്പനികളും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് നിർമ്മാതാക്കളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മൂവ് ഈ 2 സ്റ്റോക്കുകൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഈ ഇലക്ട്രോഡ് നിർമ്മാതാക്കളായിട്ടുള്ള റൊസോനാക് ഹോൾഡിങ്സ് അവർക്ക് ചൈനയിലും മലേഷ്യയിലും പ്ലാന്റുകളുണ്ട്. അവർ ആ പ്ലാന്റുകളൊക്കെ അടച്ചുപൂട്ടുകയാണ്. മാർക്കറ്റിലുള്ള പ്രൈസ് വാറിനോട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവരുടെ ഫാക്ടറികൾ ഷട്ട് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇലക്ട്രോഡിൻ്റെ ഡിമാൻഡ് വേൾഡ് വൈഡ് ആയിട്ട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഈ റൊസോനാക്ക് സപ്ലൈ ചെയ്യുന്ന ഈ ഒരു ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്സ് അത് ഇലക്ട്രിക് ആർക്ക് ഫർണസിൽ പ്രത്യേകിച്ച് സ്റ്റീൽ ഉണ്ടാക്കുന്ന ഫാക്ടറികളിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് കമ്പോണൻ്റ് ആണ് ഈ പറയുന്ന ഇലക്ട്രോഡ്സ്. അപ്പോൾ ഈ സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സിൽ ഈ ഇലക്ട്രോഡ്സ് ഒരു അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ ചൈനയിലും മലേഷ്യയിലും ഈ റൊസോനാക്ക് അവരുടെ ഈ പ്രൊഡക്ഷൻ നിർത്തിവെക്കുമ്പോൾ ഈ HEG ഏകദേശം 25-30% രാജ്യങ്ങളിൽ ഈ ഇലക്ട്രോഡ്സ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കൂടാതെ ഗ്രാഫൈറ്റ് ഇന്ത്യ ഏകദേശം 50ഓളം രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വലിയ ഡിമാൻഡ് വർദ്ധിക്കും, അവരുടെ ഏർണിങ്സ് വർദ്ധിക്കും. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ സ്റ്റോക്കുകളിൽ വമ്പിച്ച ഒരു റാലി നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു സ്റ്റോക്ക് 20% അപ്പർ സർക്യൂട്ടിലേക്ക് പോയിട്ടുള്ള സ്റ്റോക്ക് ബാങ്കോ പ്രൊഡക്ട്സ് ആണ്. ഈ ബാങ്കോ പ്രൊഡക്ട്സ് പറഞ്ഞ ഈ കമ്പനി പ്രത്യേകിച്ച് ഈ കൂളിംഗ് മൊഡ്യൂൾസ്, പ്രത്യേകിച്ച് റേഡിയേറ്റേഴ്സ്, അതുപോലെ എയർ കൂളേഴ്സ്, ഫ്യൂവൽ കൂളേഴ്സ്, ഓയിൽ കൂളേഴ്സ്, AC കണ്ടൻസേഴ്സ്, പ്ലാസ്റ്റിക് ടാങ്ക്സ്, മെറ്റൽ ലെയർഡ് ഗാസ്കറ്റ്സ്, അതുപോലെ ഹൈബ്രിഡ് ഇലാസ്റ്റോമെട്രിക് മോൾഡഡ് ഗാസ്കറ്റ്, ഇങ്ങനെ വെഹിക്കിളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഇത്തരം കമ്പോണൻസ് നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. ഇവരുടെ ആ ഒരു ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ റവന്യൂവിൻ്റെ ഏകദേശം 62% ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിൽ നിന്നാണ്. 32% ഡൊമസ്റ്റിക് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് അവർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ക്ലയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അശോക് ലാലൻഡ്, ഐഷർ മോട്ടോഴ്സ്, മഹീന്ദ്ര, ഗോദ്രേജ്, ടാറ്റ, TVS, സ്വരാജ് മസ്ത, JCB തുടങ്ങിയ പല ലീഡിംഗ് ബ്രാൻഡുകളും ഇവരുടെ കസ്റ്റമേഴ്സാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ ഒരു ഫണ്ടമെന്റൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 7000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനി നമുക്ക് NSEയിൽ ഇത് മൈക്രോ ക്യാപ്പ് സെഗ്മെന്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് സ്മോൾ ക്യാപ്പ് സെഗ്മെന്റിലല്ല നമുക്ക് കാണാൻ കഴിയുക. കറണ്ട് പ്രൈസ് ഇപ്പോൾ 495 എന്ന ലെവലാണ് കാണാൻ കഴിയുക. 595 വരെ ഇതിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അവിടെ നിന്ന് ഏകദേശം 16% താഴെയാണ് ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് നമുക്ക് കാണാൻ കഴിയുക. ഏറ്റവും അവസാനമുണ്ടായ ക്രാഷിൽ ഈ സ്റ്റോക്ക് 259 എന്ന ലെവലിൽ വരെ താഴോട്ടേക്ക് പോയതാണ്. സ്റ്റോക്കിൻ്റെ ഒരു PE നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 18.1 എന്ന PE ആണ് കാണാൻ കഴിയുക. യഥാർത്ഥത്തിൽ ഈ PE ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയാണെന്ന് കാണാൻ കഴിയും. 26 ഇൻഡസ്ട്രി PE. അപ്പോൾ ഈ സ്റ്റോക്ക് എപ്പോഴും ഒരു ലോ വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. 13.9 ഇതിൻ്റെ 3 ഇയേഴ്സിൻ്റെ ഒരു മീഡിയൻ PE. PEG റേഷ്യോ വെച്ച് നോക്കുമ്പോഴും ഈ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ ROCയും ROE ഏകദേശം 33% ശക്തമായ ഒരു ROCയും കാണിക്കുന്നത് ഈ സ്റ്റോക്കിൻ്റെ ഒരു ശക്തമായ ഏർണിംഗ് കപ്പാസിറ്റിയാണ്. കൂടാതെ 2.22% നല്ലൊരു ഡിവിഡൻഡ് ഈൽഡും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഈ ഒരു 20% അപ്പർ സർക്യൂട്ടിലേക്ക് പോകാനുള്ള കാരണം ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടാണ്. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 20% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് 125% വർധനവുമാണ്. വമ്പിച്ചൊരു ജമ്പാണ് പ്രോഫിറ്റിൽ നമ്മൾ കാണുന്നത്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും 36% അപ്സൈഡ് സെയിൽസും, അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 396% വമ്പിച്ച ഒരു ഗ്രോത്തുമാണ് കാണുക. അപ്പോൾ ഈ ക്വാർട്ടറിലുണ്ടായിട്ടുള്ള ഈ ഒരു 396% ആ ഒരു പ്രോഫിറ്റാണ് ഈ സ്റ്റോക്കിൽ ഇത്ര വലിയൊരു ജമ്പ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സ്റ്റോക്കിൻ്റെ ഡെറ്റ് പൊസിഷനൊക്കെ ഓക്കെയാണ്. 0.44, 0.5ലും താഴെയാണ്. അതുപോലെ പ്ലഡ്ജഡ് പെർസെൻറ്റേജ് ഷെയറുകളും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നിലവിൽ ഇൻവെസ്റ്റേഴ്സ് വലിയ തോതിൽ ഈ സ്റ്റോക്കിൽ ബുള്ളിഷ് ആയതാണ് ഇത് അപ്പർ സർക്യൂട്ടിലേക്ക് പോയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ വോളിയം വലിയ തോതിൽ വർദ്ധിച്ചതായിട്ട് കാണാൻ പറ്റും. കാരണം 12,79,000 ഒരു വോളിയമാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ആവറേജ് 1 ഇയർ വോളിയം 2 ലക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നാണ് ഈ വലിയൊരു ബൈങ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. എന്നാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുക അതിൻ്റെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 3.88 മാത്രമാണ്. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും 0.17 മാത്രമാണ്. ഈ ഒരു കാര്യം മാത്രമാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കാണാൻ കഴിയാത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്ക് ഒരു മൈക്രോ ക്യാപ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ഈ സ്റ്റോക്കിലേക്ക് ഇത്തരത്തിലുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ അവരുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഡാറ്റകൾ നേരിയ തോതിലാണെങ്കിലും കൂടിക്കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർട്ട് നമ്മൾ കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 500 രൂപയ്ക്ക് മുകളിലേക്ക് ഈ സ്റ്റോക്ക് പോയ സമയത്ത് അതൊരു റോക്കറ്റ് പോലെയാണ് അപ്സൈഡേക്ക് പോയത്. അതേ വേഗത്തിലേക്ക് അല്ലെങ്കിലും
കുറച്ച് സമയമെടുത്ത് അത് മൊത്തത്തിൽ താഴോട്ടേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്ന് ചെറിയ തോതിലുള്ള അപ്സൈഡ് ഉണ്ടാക്കുകയും വീണ്ടും താഴോട്ടേക്ക് വന്നതായിട്ട് കാണാം. ആ 200 മൂവിങ് ആവറേജിൻ്റെ എബോവ് വന്നപ്പോഴാണ് ഇപ്പോൾ ഈ വലിയൊരു ജമ്പ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഗ്യാപ്പ് അപ്പ് അപ്സൈഡാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എത്ര ദിവസം ഈ അപ്പർ സർക്യൂട്ട് തുടരുമെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. എങ്കിലും ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും വളരെയധികം കെയർഫുൾ ആയിരിക്കേണ്ട ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ ചാർട്ടിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഗ്യാപ്പ് ഡൗണും ഗ്യാപ്പ് അപ്പും ഒക്കെ കാണാൻ കഴിയും. അതുപോലെ വലിയ തോതിലുള്ള ക്രാഷും അപ്സൈഡും ഒക്കെ കാണുന്ന ഒരു സ്റ്റോക്കാണ്. വോളിയം തന്നെ ചില സമയങ്ങളിലാണ് ഇൻക്രീസ് ആകുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വോളിയം നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡ് സെറ്റപ്പിലേക്ക് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഇതൊരു മൈക്രോ ക്യാപ് സ്റ്റോക്ക് കൂടിയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.